എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ഡിഫറെൻറ്റ് എഡ്യൂക്കേഷണൽ തിങ്കേഴ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയിയുടെ വിദ്യാഭ്യാസ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ എക്സ്പെരിമെൻ്റൽ സ്കൂളിനെക്കുറിച്ചും പ്രോജക്റ്റ് മെത്തേഡിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ജോൺ ഡ്യൂയി വളരെ പ്രശസ്തനായ അമേരിക്കൻ ഫിലോസഫറും സൈക്കോളജിസ്റ്റും എഡ്യൂക്കേഷനിസ്റ്റുമാണ്. നമ്മൾ പ്രാഗ്മാറ്റിസം എന്താണെന്ന് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ജോൺ ഡ്യൂയിയുടെ എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പിളിൻ്റെ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രായോഗികവാദമാണ്. അദ്ദേഹം 1859 ഒക്ടോബർ 20 അമേരിക്കയിലാണ് ജനിച്ചത്. ഹീ ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ദ ഫിലോസഫിക്കൽ തോട്ട് പ്രാഗ്മാറ്റിസം. പ്രാഗ്മാറ്റിസം അഥവാ പ്രായോഗികവാദം എന്ന ആശയത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു ജോൺ ഡ്യൂയി. According to him, education is not preparation for life. Education is life itself. ഇത് ജോൺ ഡ്യൂയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പല്ല, അത് ജീവിതം തന്നെയാണ്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ്സെൽഫ്. ഒരു ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ തോട്ടാണ് ജോൺ ഡ്യൂയുടേത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് മൈ പെഡഗോഗിക് ക്രീഡ്, ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി, ചൈൽഡ് ആൻഡ് ദ കരിക്കുലം, ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, ഫ്രീഡം ആൻഡ് കൾച്ചർ, പ്രോബ്ലംസ് ഓഫ് മെൻ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രശസ്തമായിട്ടുള്ള ചില വർക്കുകളാണ്. ഏതൊക്കെയാണ്? മൈ പെഡഗോഗിക് ക്രീഡ്, ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി, ചൈൽഡ് ആൻഡ് ദ കരിക്കുലം, ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, freedom and culture, problems of men. John Dewey's educational philosophy is termed as experimentalism, functionalism, instrumentalism, operationalism, progressivism, practicalism and above all pragmatism. വ്യത്യസ്ത പേരുകളിലാണ് ജോൺ ഡ്യൂയുടെ ഫിലോസഫി അല്ലെങ്കിൽ തത്വശാസ്ത്രം അറിയപ്പെട്ടത്. എക്സ്പെരിമെൻ്റലിസം, ഫങ്ഷണലിസം, ഇൻസ്ട്രുമെൻ്റലിസം, ഓപ്പറേഷണലിസം, പ്രോഗ്രസീവിസം, പ്രാക്ടിക്കലിസം, ഇതിലെല്ലാത്തിനും ഉപരി പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രായോഗികവാദം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ എന്തിനെ ബേസ് ചെയ്തായിരുന്നു? ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസസ്. കാര്യങ്ങൾ ചെയ്തു പഠിക്കുക, സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുട്ടി പഠിക്കുക. ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ് എല്ലാ കാര്യത്തിലും വേണ്ടത്. അതായത് ആരെങ്കിലും പറഞ്ഞ് കേട്ടല്ല കുട്ടികൾ പഠിക്കേണ്ടത്, അവനവൻ പ്രവർത്തിച്ച് അവൻ്റെ അറിവ് നേടുക എന്നാണ് ജോൺ ഡ്യൂയി പറഞ്ഞത്. അതിനുവേണ്ടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് എക്സ്പെരിമെൻ്റൽ സ്കൂൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആശയമാണ് എക്സ്പെരിമെൻ്റൽ സ്കൂൾ. ഇൻ 1896, ജോൺ ഡ്യൂയി സ്റ്റാർട്ടഡ് ആൻ എക്സ്പെരിമെൻ്റൽ സ്കൂൾ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ടു ടെസ്റ്റ് ഐഡിയാസ് ആൻഡ് ടീച്ച് ചിൽഡ്രൻ. കുട്ടികളെ പഠിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും വേണ്ടി 1896 ഷിക്കാഗോയിൽ ആരംഭിച്ച സ്കൂളാണ് എക്സ്പെരിമെൻ്റൽ സ്കൂൾ. അദ്ദേഹം അതിനെ യൂണിവേഴ്സിറ്റി ലബോറട്ടറി സ്കൂൾ എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി ലബോറട്ടറി സ്കൂൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സ്കൂൾ ആരംഭിച്ചത്. ഏതു വർഷമാണ്? 1896. ജോൺ ഡ്യൂയി കൺസിഡേർഡ് ഇറ്റ് ആസ് എ സയൻറ്റിഫിക് ലബോറട്ടറി ടു ടെസ്റ്റ് ഹിസ് ഐഡിയാസ്. അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പരീക്ഷണം നടത്താൻ വേണ്ടിയുള്ളൊരു ലബോറട്ടറി അല്ലെങ്കിൽ പരീക്ഷണശാലയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളിനെ പരിഗണിച്ചത്. എന്താണ് അതിൻ്റെ പേര്? ദ എക്സ്പെരിമെൻ്റൽ സ്കൂൾ ഓർ ദ യൂണിവേഴ്സിറ്റി ലബോറട്ടറി സ്കൂൾ. ഈ സ്കൂളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ പ്രായത്തിനനുസരിച്ചും ഓരോ പ്രവർത്തികളാണ് ജോൺ ഡ്യൂയി സ്കൂളിൽ അറേഞ്ച് ചെയ്തിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ദ ചൈൽഡ് ഗോസ് ടു സ്കൂൾ ടു മേക്ക് തിങ്സ്, ടു കുക്ക്, ടു സ്വീവ്, ടു വർക്ക് ദ വുഡ് ആൻഡ് ടു മേക്ക് ടൂൾസ് ത്രൂ ആക്ട്സ് ഓഫ് സിമ്പിൾ കൺസ്ട്രക്ഷൻ. ആൻഡ് ഇൻ ദിസ് കോണ്ടെസ്റ്റ് ആൻഡ് ലൈക്ക് കോൺസിക്വൻസസ് ഓഫ് ദോസ് ആക്ട്സ് ഇഫ് ആട്രിക്കുലേറ്റ് ദ സ്റ്റഡീസ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലസ്. കുട്ടികൾ എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത്? ഭക്ഷണം പാകം ചെയ്യാനും തയ്യൽ പഠിക്കാനും തടികൾ വെട്ടി പഠിക്കാനും ഒക്കെയാണ്. അതുകൂടാതെ സ്വന്തമായിട്ടുള്ള നിർമ്മിതികൾ ഉണ്ടാക്കാനും. ഇങ്ങനെ കുട്ടികൾ എഴുതാനും വായിക്കാനും ചെറിയ ചെറിയ കണക്കുകൾ ചെയ്യാനും പഠിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്കൂളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഓരോ പ്രായത്തിനനുസരിച്ചും ഓരോ പ്രവൃത്തികളാണ് സ്കൂളിലുണ്ടായിരുന്നത്. 4 തൊട്ട് 5 വയസ്സ് വരെ 4 to 5 years old, കുക്ക്, കാർപ്പൻട്രി ആൻഡ് നീഡിൽ വർക്ക്. കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യാനും കാർപ്പൻട്രി വർക്ക്, മരപ്പണി ചെയ്യാനും തുന്നൽ പണികളും ഒക്കെയാണ് കൊടുത്തിരുന്നത്. 6 years old, they built a farm of wood, planted wheat and cotton,
ദേ സോൾഡ് ദെയർ പ്രോഡക്ട്സ് ഇൻ ദ മാർക്കറ്റ്. 6 വയസ്സായ കുട്ടികൾക്ക് എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്? തടികൾ കൊണ്ട് ചെറിയ ഫാം ഉണ്ടാക്കാനും ഗോതമ്പും പരുത്തിയും ഒക്കെ നട്ടുപിടിപ്പിക്കാനും അവയെ നട്ടു നനയ്ക്കാനുമായിരുന്നു. ഇതിൽ നിന്ന് കിട്ടിയ പ്രോഡക്റ്റ്സ് ഒക്കെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും അവസരങ്ങളുണ്ടായിരുന്നു. അടുത്തത് 7 years old, 7 വയസ്സുള്ള കുട്ടികൾക്ക്. ദേ സ്റ്റഡീഡ് പ്രീ ഹിസ്റ്ററി ഇൻ കേവ്സ് മെയ്ഡ് ബൈ ദംസെൽസ്. അവർ തന്നെ കൊച്ചു കൊച്ചു ഗുഹകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഉള്ളിൽ വെച്ചാണ് അവർ ചരിത്രം പഠിക്കുകയും ചെയ്തത്. ദേ സ്റ്റഡീഡ് പ്രീ ഹിസ്റ്ററി ഇൻ കേവ്സ് മെയ്ഡ് ബൈ ദംസെൽസ്. 8 years old, 8 വയസ്സാകുമ്പോൾ ദേ സ്റ്റഡീഡ് നാവിഗേഷൻ ലൈക്ക് മാർക്കോപോളോ ആൻഡ് റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോയെ പോലെ നാട് ചുറ്റി അല്ലെങ്കിൽ ലോകം ചുറ്റി അറിവ് സമ്പാദിക്കുക, അറിവ് നേടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 9 years old, 9 വയസ്സാവുമ്പോൾ ലോക്കൽ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. സ്വന്തം പ്രദേശത്തിൻ്റെ ചരിത്രവും പഠിക്കാനും അവിടുത്തെ ജോഗ്രഫി പഠിക്കാനും സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെയാണ് 9 വയസ്സാവുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. 10 years old, ദേ സ്റ്റഡീഡ് ദ കൊളോണിയൽ ഹിസ്റ്ററി. കൊളോണിയൽ ചരിത്രം പഠിക്കുന്നത് 10 വയസ്സാകുമ്പോഴാണ്. 11 to 12 years old, അനാറ്റമിക് എക്സ്പെരിമെൻറ്റ്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ഫോട്ടോഗ്രഫി. 11 തൊട്ട് 12 വയസ്സ് വരെയുള്ള കാര്യങ്ങളിലാണ് ചെറിയ ചെറിയ പരീക്ഷണങ്ങളും ഇലക്ട്രോമാഗ്നറ്റിസവും പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങളും ഫോട്ടോഗ്രാഫിയൊക്കെ പഠിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അടുത്ത് 13 years old, 13 വയസ്സാകുമ്പോൾ ദേ ബിൽഡ് എ ബിൽഡിംഗ് ഫോർ ദെയർ ഡിബേറ്റ് ക്ലബ്. അവരുടെ ഡിബേറ്റ് ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ബിൽഡിംഗ് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് 13 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ ജോൺ ഡ്യൂയി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ എക്സ്പെരിമെൻ്റൽ സ്കൂൾ അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അതിനൊരു ലബോറട്ടറി സ്കൂളായിട്ട് അല്ലെങ്കിൽ ഒരു പരീക്ഷണശാലയായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. ഇവിടെ കുട്ടികൾ എന്തിനു വേണ്ടിയാണ് വരുന്നത്? ദ ചൈൽഡ് ഗോസ് ടു സ്കൂൾ ടു മേക്ക് തിങ്സ്. കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, കാര്യങ്ങൾ നിർമ്മിച്ച് പഠിക്കുക. ടു കുക്ക്, ടു സ്യൂ ആൻഡ് ടു വർക്ക് ദ വുഡ്. ഭക്ഷണം പാകം ചെയ്യാനും തുന്നൽ പണികളും തടിപ്പണികളും ഒക്കെയാണ് പഠിക്കുന്നത്. 4 തൊട്ട് 13 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ അദ്ദേഹം പരീക്ഷിച്ചത് ഈ എക്സ്പെരിമെൻ്റൽ സ്കൂളിലാണ്. അക്കോർഡിംഗ് ടു ജോൺ ഡ്യൂയി, യൂട്ടിലിറ്റി വാസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് എവറി വാല്യൂ. മനുഷ്യജീവിതത്തിലുള്ള ഓരോ മൂല്യങ്ങളും എന്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി. പ്രായോഗികതയെ അടിസ്ഥാനമാക്കിയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത, നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും മൂല്യങ്ങളല്ല എന്നാണ് ജോൺ ഡ്യൂയി പറഞ്ഞത്. യൂട്ടിലിറ്റി ഇസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് എവറി വാല്യൂ. അക്കോർഡിംഗ് ടു ഹിം, വാട്ട് ഈസ് ട്രൂ ടുഡേ മേ ബി ഫോൾസ് ടുമോറോ. ഇന്ന് സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നാളെ തെറ്റായിട്ട് മാറാം, അല്ലെങ്കിൽ അസത്യങ്ങളായിട്ട് മാറും എന്നാണ് ജോൺ ഡ്യൂയി പറഞ്ഞത്. അടുത്ത കോൺസെപ്റ്റാണ് ഇൻസ്ട്രുമെൻ്റലിസം. ഇറ്റ് ഈസ് എ തിയറി ഓഫ് നോളജ് ക്രിയേറ്റഡ് ബൈ ജോൺ ഡ്യൂയി ഇൻ വിച്ച് ഐഡിയാസ് ആർ സീൻ ടു എക്സിസ്റ്റ് പ്രൈമർലി ആസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ദ സൊല്യൂഷൻസ് ഓഫ് ദ പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ഇൻ ദ എൻവയോൺമെൻറ്റ്. നമുക്ക് ചുറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് ആണ് ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങൾ. ഐഡിയാസ് are seen to exist primarily as instruments for the solutions of the problems. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് ആശയങ്ങൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റലിസം എന്ന കോൺസെപ്റ്റ്. John Dewey focused his concept of instrumentalism in education on learning by doing or hands-on learning. That means first-hand experience, which means to learn not only by theory but also by practice. John Dewey എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ലേണിംഗ് ബൈ ഡൂയിങ് ഓർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നതിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, തിയറി മാത്രം പഠിപ്പിച്ചാൽ പോരാ, കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നോളജും ഉണ്ടായിരിക്കണം. He emphasized on inquiry based education. അന്വേഷണാത്മകമായിട്ടുള്ള പഠനമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞത്. അതായത് കാര്യങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാണ് എയിം ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ജോൺ ഡ്യൂയി. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ എഫിഷ്യൻസി, എഡ്യൂക്കേഷൻ ഫോർ കണ്ടിന്യൂസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്. എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്? നല്ല രീതിയിലുള്ള ഒരു ജീവിതം വാർത്തെടുക്കാൻ. ഫോർ സോഷ്യൽ എഫിഷ്യൻസി, വ്യക്തികളെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി വളർത്തിയെടുക്കാൻ. എഡ്യൂക്കേഷൻ ഫോർ കണ്ടിന്യൂസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അനുഭവങ്ങളെ വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുനർനിർമ്മാണം നടത്താൻ വേണ്ടിയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം ഓഫ് എഡ്യൂക്കേഷൻ. അദ്ദേഹം പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഷുഡ് ബി ഡെമോക്രാറ്റിക്.
ജനാധിപത്യ രീതിയിൽ ഇക്വാളിറ്റി ഉറപ്പാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ എഫിഷ്യൻസി ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ കണ്ടിന്യൂസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് സ്കൂൾ. എങ്ങനെയാണ് ഒരു വിദ്യാലയം ആയിരിക്കേണ്ടത്? ജോൺ ഡൂയി പറയുന്നുണ്ട്, സ്കൂൾ ഈസ് പ്രൈമർലി എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സാമൂഹിക സ്ഥാപനമാണ് വിദ്യാലയം. It is the extension of home, a miniature society and a specialized institution. സമൂഹത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ് സ്കൂൾ, മിനിയേച്ചർ സൊസൈറ്റി. അദ്ദേഹം ആരംഭിച്ച സ്കൂളാണ് എക്സ്പെരിമെൻ്റൽ സ്കൂൾ. അദ്ദേഹം അതിനെ എന്താണ് വിളിച്ചത്? യൂണിവേഴ്സിറ്റി ലബോറട്ടറി സ്കൂൾ, ഒരു പരീക്ഷണശാല എന്നാണ് വിളിച്ചത്. അതിൽ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും അദ്ദേഹം ഈ ലബോറട്ടറി സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കമ്മ്യൂണിറ്റി സ്കൂൾ. ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി പ്രോഗ്രാം നടപ്പിലാക്കുന്ന ഒരു സ്കൂളാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്കൂൾ. അവിടെ കുട്ടികൾ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സഹകരണ പ്രവർത്തനങ്ങളിലൂടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിരുന്നത്. അടുത്തത് കരിക്കുലം, പാഠ്യപദ്ധതി. അദ്ദേഹം പറയുന്നുണ്ട്, കരിക്കുലം ഷുഡ് ബി ചൈൽഡ് സെൻറ്റേർഡ്. ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള പാഠ്യപദ്ധതിയാണ് രൂപീകരിക്കേണ്ടത്. കരിക്കുലം ഷുഡ് റിഫ്ലക്ട് ദ സോഷ്യൽ ലൈഫ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസീവ് ഓർഗനൈസേഷൻ ഓഫ് നോളജ്. ഒരു പ്രോഗ്രസീവ് നേച്ചറിലായിരിക്കണം കരിക്കുലം ഫ്രെയിം ചെയ്യേണ്ടത്, ചെറിയതിൽ നിന്ന് തുടങ്ങി വലിയ രീതിയിലേക്ക്. അടുത്ത്, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് ചേഞ്ചബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ചൈൽഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ്. കുട്ടികളുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം പാഠ്യപദ്ധതി. അടുത്തത് മെത്തേഡ് ഓഫ് ടീച്ചിങ്. എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ത്രൂ പ്രോബ്ലം സോൾവിങ് ടെക്നിക്, ത്രൂ പ്രോജക്റ്റ് മെത്തേഡ്, ത്രൂ ഒബ്സർവേഷൻ, ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ ഡയറക്റ്റ് എക്സ്പീരിയൻസസ്. എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്? ലേണിംഗ് ബൈ ഡൂയിങ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ്, പ്രോജക്റ്റ് മെത്തേഡ്സ്, ഡയറക്റ്റ് എക്സ്പീരിയൻസസ്, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസസ് ഓർ ഹാൻഡ്സ് ഓൺ ലേണിംഗ്. കാര്യങ്ങൾ ചെയ്തു പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, കുട്ടികൾ ജീവിച്ച് പഠിക്കുക. അദ്ദേഹം അതിന് പറഞ്ഞതാണ് പ്രോജക്റ്റ് മെത്തേഡ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ പ്രോജക്റ്റ് മെത്തേഡ്. അടുത്തത് റോൾ ഓഫ് ടീച്ചർ. അധ്യാപകൻ്റെ പങ്ക് എന്താണ്? ടീച്ചർ ഈസ് എ ഗൈഡ് ആൻഡ് ഡയറക്ടർ. കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൈഡാണ് അധ്യാപകൻ. അടുത്തതാണ് പ്രോജക്റ്റ് മെത്തേഡ് അഡ്വക്കേറ്റഡ് ബൈ ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയിയുടെ വിദ്യാഭ്യാസ രീതിയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രോജക്റ്റ് മെത്തേഡ്. He recommended project method which is based on problem activities, experiments and interest of the learners. കുട്ടികൾ പ്രശ്നങ്ങൾ തന്നെ കൈകാര്യം ചെയ്ത് പഠിക്കുക, വിവിധ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ പഠിക്കുക, വിവിധ പരീക്ഷണങ്ങൾ നടത്തുക, കുട്ടികളുടെ താല്പര്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് കാര്യങ്ങൾ പഠിക്കട്ടെ. ഈ കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ജോൺ ഡ്യൂയി പ്രോജക്റ്റ് മെത്തേഡ് വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. based on problem activities, based on experiments, based on the interest of the learners. Project methodന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ലേണിംഗ് ത്രൂ പർപ്പസ്ഫുൾ ആക്ടിവിറ്റീസ് ആൻഡ് ലേണിംഗ് ത്രൂ കോഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. സഹകരണ പ്രവർത്തനങ്ങളിലൂടെയാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അതുകൂടാതെ ഈ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്? പർപ്പസ്ഫുൾ, ലക്ഷ്യമുള്ള കുറേ പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രോജക്റ്റ് മെത്തേഡിന് ഇത്രയും പ്രാധാന്യം കൊടുത്തത്. The people will work together by forcing സ്മോൾ ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് എബിലിറ്റീസ്. കുട്ടികളുടെ കഴിവും താല്പര്യവും അനുസരിച്ച് ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവർ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സഹകരണ പ്രവർത്തനങ്ങളിലൂടെയാണ് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്. കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുക. അതുകൂടാതെ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ്, സഹകരണ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ പഠിക്കുക. കിൽപാട്രിക്കിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് പ്രോജക്റ്റ് മെത്തേഡിനെ കുറിച്ച്. എ പ്രോജക്റ്റ് ഈസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനത്തെയാണ് പ്രോജക്റ്റ് എന്ന് കിൽപാട്രിക് വിളിച്ചത്. എന്തൊക്കെ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രോജക്റ്റ് മെത്തേഡ് ഉള്ളത്? ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് പർപ്പസ്ഫുൾ. നമുക്കൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രീഡം, നീഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ പ്രോജക്റ്റിലൂടെ കൊടുക്കുന്നത്.
ഇറ്റ് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ്. പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പ്രോജക്റ്റ് മെത്തേഡ്. കുട്ടികൾ തിയറി മാത്രമാണോ അവിടെ പഠിക്കണേ? അല്ല, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്താണ് പഠിക്കുന്നത്. ഇറ്റ് ഈസ് യൂട്ടിലിറ്റേറിയൻ. ആവശ്യകതയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പ്രായോഗികതയെ അടിസ്ഥാനമാക്കിയാണ് പ്രോജക്റ്റ് മെത്തേഡ് ഉള്ളത്. ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഈ വീഡിയോയിൽ ജോൺ ഡ്യൂയിയുടെ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻസ് ആണ് പഠിച്ചത്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ഫിലോസഫറും സൈക്കോളജിസ്റ്റും എഡ്യൂക്കേഷനിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രോഗ്രസീവിസം, പ്രായോഗികവാദം. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനിലുള്ള ഐഡിയാസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ച സ്കൂളാണ് ദ എക്സ്പെരിമെൻ്റൽ സ്കൂൾ. അത് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലാണ് അദ്ദേഹം ആരംഭിച്ചത്. അത് വേറൊരു പേരിലും കൂടെ അറിയപ്പെട്ടിട്ടുണ്ട്. അതാണ് യൂണിവേഴ്സിറ്റി ലബോറട്ടറി സ്കൂൾ. പർപ്പസ്ഫുൾ കോഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ആരംഭിച്ചതാണ് എക്സ്പെരിമെൻ്റൽ സ്കൂൾ. ഇവിടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പഠിക്കുന്നത്? കാര്യങ്ങൾ ചെയ്താണ് പഠിക്കുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്. ഓരോ പ്രായത്തിനനുസരിച്ച് വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. 4 to 5 years കുക്ക്, കാർപ്പൻട്രി ആൻഡ് നീഡിൽ വർക്ക്. 6 years old built farm of wood, planted wheat and cotton and sold them in market. 7 years old studied prehistory in caves made by themselves. 8 years old studied navigation like Marco Polo and Robinson Crusoe. 9 years old local history and geography. 10 years old studied colonial history. 11 to 12 years old anatomic experiments, photography, electromagnetism, politics, economy, etc. 13 years old they built a building for their debate club. ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്താണ് കുട്ടികൾ എക്സ്പെരിമെൻ്റൽ സ്കൂളിൽ പഠിച്ചത്. എന്തായിരുന്നു എക്സ്പെരിമെൻ്റൽ സ്കൂളിൻ്റെ അടിസ്ഥാനം? ലേണിംഗ് ബൈ ഡൂയിങ്, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഓർ ഹാൻഡ്സ് ഓൺ ലേണിംഗ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റലിസം എന്ന കോൺസെപ്റ്റ് എന്താണ്? ഐഡിയാസ് ആർ സീൻ ടു എക്സിസ്റ്റ് പ്രൈമർലി ആസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ദ സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ഇൻ ദ എൻവയോൺമെൻറ്റ്. നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് ആശയങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്. വാല്യൂസ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി യൂട്ടിലിറ്റേറിയൻ. മൂല്യങ്ങൾ എപ്പോഴും പ്രയോജനപ്പെടുന്നതായിരിക്കണം അല്ലെങ്കിൽ പ്രായോഗികമാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ എഫിഷ്യൻസി, എഡ്യൂക്കേഷൻ ഫോർ കണ്ടിന്യൂസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡെമോക്രാറ്റിക് ആൻഡ് ഫോസ്റ്റർ ഇക്വാളിറ്റി. സ്കൂളിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? സ്കൂളാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്കൂൾ. ഇറ്റ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹോം ആൻഡ് മിനിയേച്ചർ സൊസൈറ്റി. കരിക്കുലം, ഇറ്റ് ഷുഡ് ബി ചൈൽഡ് സെൻറ്റേർഡ്. It should reflect social life and social activities. It should be progressive in nature. It should be flexible and changeable in accordance with the needs and interest of the child. Method of teaching: learning by doing, learning by living, problem solving method, project method, learning through direct experiences and experiments, learning through cooperative activities. Role of teacher: teacher is a guide and director. അത് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് എന്ത് മെത്തേഡിനാണ്? പ്രോജക്റ്റ് മെത്തേഡ്. പ്രോജക്റ്റ് ഈസ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇത് കിൽപാട്രിക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡ്: ഇറ്റ് ഷുഡ് ബി പർപ്പസ്ഫുൾ, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫ്രീഡം, നീഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ, ഇറ്റ് ഷുഡ് ബി ആക്ടിവിറ്റി ബേസ്ഡ് ഓർ ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂട്ടിലിറ്റേറിയൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോൺ ഡൂയി പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക്